ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ ബുക്ക് ഓഫ് ആൻസറിന് നമുക്ക് കുറച്ച് ഗൈഡൻസ് എടുക്കാം. യൂണിവേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചോളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല ഇത്. ഇതിൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഓക്കെ, എന്ത് കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ അതിനെക്കുറിച്ച് നിങ്ങളുടെ ജസ്റ്റ് മൈൻഡിൽ യെസ് ഓർ നോ ആയിട്ടല്ല. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിക്കുക, ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അതിന് വേണ്ട ഒരു ഗൈഡൻസ് എന്തെങ്കിലും എനിക്ക് തരണേ, സിറ്റുവേഷന് വേണ്ട ഒരു ഗൈഡൻസ് കിട്ടണേ എന്ന രീതിയിൽ മനസ്സിൽ ചോദിച്ചോളൂ. ഓക്കെ, ഒരു സിറ്റുവേഷൻ എന്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് എന്താ ഗൈഡൻസ് വരുന്നത് നോക്കാം. ഒരു 2-3 പേജ് ഞാൻ എടുക്കും ഇതിൽ നിന്ന്. ആൻഡ് അത് ഓരോ ക്വസ്റ്റ്യൻ ആവണം എന്നില്ല, ഒരേ കാര്യത്തിനെ കുറിച്ചായിരിക്കാം, വേറെ വേറെ കാര്യങ്ങളെ കുറിച്ചായിരിക്കാം. നിങ്ങൾ മനസ്സിൽ എന്താ ആലോചിക്കുന്നത്. ജോലി കിട്ടുമോ കിട്ടില്ല അങ്ങനെയല്ല, പക്ഷെ ഞാൻ ഒരു ജോലിക്ക് അങ്ങനെ എന്താ ഒരു എൻ്റെ ലൈഫിൽ എന്താവും എന്ന രീതിയിലൊക്കെ ഒരു സോറി എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എനിവേ എടുക്കുമ്പോൾ ഗൈഡൻസ് എടുക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് ബുക്ക് ഓഫ് ആൻസേഴ്സ് എന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു എന്താ ഗൈഡൻസ് വരുന്നത്. ഓക്കെ, യു ഹാവ് ഡ്രോൺ ദ 10 ഓഫ് ഹാർട്ട്സ്, ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ. ഓക്കെ, 10 ഓഫ് ഹാർട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് വരുമ്പോൾ സന്തോഷമാണ്. ഓക്കെ, സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്. നമ്മൾ ഹാപ്പി ഫാമിലി എന്ന രീതിയിൽ പറയും. നമ്മൾ സന്തോഷങ്ങൾക്ക് വരുന്നു നമുക്ക് എന്ന രീതിക്ക് പറയാം. പക്ഷെ അതിന് നിങ്ങളൊരു കാര്യം ചെയ്യാണ്ട് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ എന്ന് പറയുന്നുണ്ട്. ഒരല്പം ക്ഷമയോടെ ഇരിക്കുക ആൻഡ് കേൾക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫാമിലിയിൽ മേ ബി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് ഒരു സന്തോഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പരസ്പരം നിങ്ങൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട്, ഫാമിലി ആവാം, ഹസ്ബൻഡ് വൈഫ് ആവാം, കുട്ടികളാവാം, എന്തും ആരുമായിട്ടായാലും ഓക്കെ, നിങ്ങൾക്കൊരു സന്തോഷം വരണം എന്നുണ്ടെങ്കിൽ ഫാമിലി മാത്രമാവണമെന്നില്ല, ഫാമിലി മാത്രമല്ല എന്തും ആവാം. ഓക്കെ, ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഒരു പീസ്ഫുള്ളായിട്ട് ഒരു കാര്യങ്ങൾ നമുക്ക് പോകണമെങ്കിൽ നിങ്ങളോട് പറയുന്ന കുറച്ച് ക്ഷമയോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുക ആൻഡ് മറ്റുള്ളവർ പറയുന്നതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വെറുതെ കേട്ടിട്ട് നമ്മളൊരു ആൻസർ കൊടുക്കാൻ വേണ്ടി കേൾക്കരുത്. ഓക്കെ, അവരെന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കണം എന്ന് പറയും അല്ലേ. അപ്പോൾ കേൾക്കുക എന്ന് പറയുമ്പോൾ വെറും കേൾക്കലല്ല, മനസ്സിലാക്കുക. ഓക്കെ, സിറ്റുവേഷനെ, സാഹചര്യത്തിനെ മനസ്സിലാക്കുക, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇത്. പിന്നെ ഒരു കാര്യം എനിക്കിവിടെ ഫീൽ ചെയ്തത്, യൂണിവേഴ്സിൻ്റെ സൈലൻസോടെ കേൾക്കുക എന്ന രീതിക്ക് എനിക്ക് തോന്നി. അതായത് ക്ഷമയോടെ യൂണിവേഴ്സ് പറയുന്നത് കേൾക്കുക. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതായത് നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും, യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരുന്നുണ്ടാവാം. ഓക്കെ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് മാത്രമല്ല മനസ്സിലാക്കുക. സിറ്റുവേഷൻസിനെ നല്ലോണം എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ ബെറ്റർ ആവുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ക്ഷമ. ഓക്കെ, എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആങ്സൈറ്റി വേണ്ട. ഓക്കെ, ക്ഷമയോടെ ഇരിക്കുക, കാര്യങ്ങൾ നടക്കും. ആൻഡ് ലിസൺ എന്നും പറയുന്നുണ്ട്. സോ യൂണിവേഴ്സിനെ പറയുന്ന കേൾക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സയൻസ് മനസ്സിലാക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാനുള്ള രീതിക്കാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും തർക്കങ്ങൾ, ആർഗ്യുമെൻ്റ് ഒക്കെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് പ്രശ്നങ്ങളിലേക്ക് പോകണ്ട. കുറച്ച് സമാധാനത്തിൽ കേട്ട് മനസ്സിലാക്കി റിപ്ലൈ കൊടുത്ത്, അല്ലെങ്കിൽ മനസ്സിലാക്കി മറ്റേ ആളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി ഇത് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുമെന്ന് പറയാം. എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷം വരുന്നുണ്ട്. ഓക്കെ, ബോട്ടം ലൈൻ. ഓക്കെ, ഒരു പേജ് കൂടെ എടുത്തേക്കാം, പറയാം. എന്തെങ്കിലും വേറെ കാര്യം നിങ്ങൾക്ക് ആലോചിക്കണമെങ്കിൽ ആലോചിച്ചോളൂ. ഓക്കെ, നിങ്ങൾ വല്ല കോൺഫ്ലിക്റ്റിനെ കുറിച്ചായിരുന്നു ചോദിച്ചെങ്കിൽ അത് സോൾവ് ആവും എന്നൊരർത്ഥം കൂടി എടുക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഒരു പേജ് കൂടി ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി കൊണ്ടുവന്നോളൂ. ഇതേ കാര്യമാണെങ്കിലും ശരി, ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൈഡൻസ് ആണെങ്കിലും ഓക്കെ. ലെറ്റ്സ് സീ. ദ ഹെർമിറ്റ് കാർഡ് urges you to look inward first. ഇത് എവിടെയോ യൂണിവേഴ്സിൻ്റെ കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്ന് ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്ന കാര്യമാണ്, മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുന്ന കാര്യമാണ്. അവനവനിലേക്ക് നോക്കുക എന്ന് പറയും നമ്മൾ അല്ലേ. അവനവനിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക. ഓക്കെ, ഇതെന്താണ് നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത്, എന്താണ് ഇതിന് ഞാൻ ചെയ്യേണ്ടത്, ഇതിൽ ഞാൻ ചെയ്ത് തെറ്റുണ്ടോ, വേറെ ആൾ ചെയ്ത് തെറ്റുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവനവനോട് തന്നെ ചോദിക്കുക. ഒരിക്കലും അവനവനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, അതിനല്ല കേട്ടോ. കാര്യങ്ങളെ നമ്മൾ പക്ഷെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് അനലൈസ് ചെയ്യുക, നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക, യൂണിവേഴ്സിനോട് ചോദിക്കുക. നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ യൂണിവേഴ്സ് ചിലപ്പോൾ നമ്മുടെ തലയിൽ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ കേൾക്കാൻ നേരത്തെ ഇപ്പോൾ തന്നെ പറഞ്ഞു, കേൾക്കുക എന്നുള്ളത്. സോ സൈലൻ്റ് ആവുക. നിങ്ങൾ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്, അത് ഓഫീസിലായാലും
വീട്ടിലോ ഫാമിലിയിലോ ആയാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും നിങ്ങൾ അല്പം സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അവനവനിലേക്ക് നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾ എന്താ മാറ്റേണ്ടതെന്ന് നോക്കുക. നിങ്ങൾ മാറ്റുക എന്ന് പറയുമ്പോൾ ഒരിക്കലും മറ്റുള്ള ആൾക്ക് വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾ താണു കൊടുക്കുക എന്നുള്ള രീതിക്കല്ല. ഓക്കെ, ചിലവരെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ആരുടെ അടുത്താണ് നിങ്ങൾ ഈ ആർഗ്യുമെന്റിന് നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുകൂടി ആലോചിച്ച് നോക്കണം. ഓക്കെ, അവിടെ നമ്മൾ ചിലവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കേണ്ട ചില ആവശ്യം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണോ നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ ഒരാൾ വെറുതെ എപ്പോഴും നമ്മൾ വേദനിപ്പിക്കുന്നു, അപ്പം അതിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എവിടെയോ നിങ്ങൾ അവനവൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത്? ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അവിടുന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരും. സോ അങ്ങനത്തെ കാര്യങ്ങളും കൂടി നിങ്ങൾ അറിയാനുണ്ട് അല്ലേ. റിയാക്ട് ചെയ്യേണ്ട അവിടെ നിങ്ങൾ റിയാക്ട് ചെയ്യാനും പറ്റണം. ആ റിയാക്ട് ചെയ്യണമെങ്കിൽ പക്ഷെ നിങ്ങളുടെ ഉള്ളൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ അത് കൊണ്ടുവരണം. സോ എല്ലാം നിങ്ങൾ ഈ സൈലൻസിലിരുന്ന് നിങ്ങൾ കുറച്ച് ചിന്തിക്കാനുണ്ട്. ഓക്കെ, ഏതാ വേണ്ടത്? ഓക്കെ, ഒന്നും കൂടി എടുത്തേക്കാം, എന്നിട്ട് നമുക്ക് എനർജിയിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് സീ. The psychic says to expect your answer to emerge during a crisis. Okay. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസർ, ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൻ്റെ ആൻസറിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം. ഓക്കെ, ഒരു ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട്. അത് വരാൻ പോകുന്നത് പക്ഷേ എമേർജ് ഡ്യൂറിങ് എ ക്രൈസിസ് എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു ക്രൈസിസ് നടക്കും എന്ന് വിചാരിച്ചോളൂ. ലൈക്ക് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നാണ്. ഒരു ക്രൈസിസ് ഒന്നും വരാതിരിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും, നമ്മൾ പറയില്ല, എന്നാൽ മോശം സമയത്താണ് നമുക്ക് ചിലവരുടെ ആര് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് പക്കോട്ട ഓർമ്മ വന്ന്. നമ്മളുടെ മോശം സമയങ്ങളിലാണ് നമ്മൾ ശരിക്കും മറ്റുള്ളവരെ തിരിച്ചറിയാം. ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരാണ് നമ്മളെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തും നമ്മുടെ നല്ലതിന് ആരാണ്, നമ്മുടെ കൂടെ ആരാ നിൽക്കുക, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ വളരെ എന്തെങ്കിലും ക്രൈസിസ് പോലത്തെ എന്തെങ്കിലും വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലത് തിരിച്ചറിയാം. ഓക്കെ, അങ്ങനെ ഒരു സമയം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ വല്ല സമയം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ, ആ ക്രൈസിസിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ആരാണ് നിങ്ങളുടെ കൂടെ, ആരെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ മീൻസ് നിങ്ങൾക്ക് ആരെ ഒരു എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റും, എന്ത് എക്സ്പെക്ടേഷൻ വെക്കാൻ പറ്റും, നിങ്ങൾ എന്ത് മാറ്റണം, എല്ലാം. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം, ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ആൻസർ നിങ്ങൾക്ക് അങ്ങനത്തെ ക്രൈസിസ് സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് മെയിൻലി തന്നെ ആയിരിക്കാം. എന്നിട്ട് ആരെ ട്രസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആര് വിശ്വസിക്കണം, ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ പെട്ടു എന്ന് വിചാരിക്കാം. നമ്മളൊരു ആളോട് പൈസ ചോദിച്ചു, അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കുന്ന ആളോട് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, പക്ഷെ അവരായിരിക്കില്ല സഹായിക്കുക. ചിലപ്പോൾ വേറൊരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കുകയും കൂടെ ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത്ര അത്യാവശ്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ട് നിൽക്കുമ്പോൾ വേറൊരാളായിരിക്കും, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഓടി വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളെ അറ്റ്ലീസ്റ്റ് സമാധാനിപ്പിക്കാനോ കേൾക്കാനോ ഒക്കെ ചിലപ്പോൾ വേറൊരാളായിരിക്കും ഉണ്ടാവുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കില്ല. ഓക്കെ, അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഐ തിങ്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം വരുന്നുണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. എന്തായാലും യൂണിവേഴ്സിനെ കൂടുതൽ യൂണിവേഴ്സിലേക്ക് നിങ്ങളൊന്ന് അടുക്കാം. ഓക്കെ, മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുക, അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യുക, നിങ്ങൾ അവനവനിലേക്ക് ഒന്ന് നോക്കാം. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നല്ലോണം ഒബ്സർവ് ചെയ്യുക. കുറേ നമ്മൾ ലെസൺസ് ഓരോ ദിവസവും നമ്മൾ ഓരോ ലെസൺ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എനർജി കൂടി എടുക്കാം, അധികം എടുക്കുന്നില്ല, ഓൾറെഡി കുറേ ആൻസർ ആയി നമുക്ക്. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ എന്തെങ്കിലും ഓക്കെ, യെസ്, ഹാർട്ട് ബ്രേക്ക്, 4 of Pentacles, Page of Pentacles, 10 of Cups. നമുക്ക് നേരത്തെ വന്ന കാർഡ് അല്ലേ, 10 of Cups വന്നിട്ടുണ്ട്. അഗെയിൻ റിപ്പീറ്റേഷൻ ആണ്. 10 of Hearts നമ്മൾ പറഞ്ഞിരുന്നു, 10 of Cups ആണ്. ഓക്കെ, ആൻഡ് Ace of Swords, ഗുഡ്, Devil, സ്ട്രെങ്ത്, സോൾമേറ്റ് കാർഡാണ്. ഇത് 2 of Cups ആണ്, സോൾമേറ്റ് കാർഡാണ്. എവിടെയോ ഇത് ഞാൻ പറഞ്ഞ അതേ സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾക്കൊരു പ്രശ്നം വന്നിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം, നിങ്ങൾക്കൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ, ഓക്കെ, അത് ചിലപ്പോൾ പണത്തിൻ്റെ ക്രൈസിസ് ആയിരിക്കാം, ചിലവർക്ക് പണത്തിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ ആയിരിക്കാം. പണം നിങ്ങളെല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, യെസ്, സിറ്റുവേഷൻ ഇതാണ്. നിങ്ങൾ ഒരുപാട് എല്ലാവർക്കും നിങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലേ നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ 4 of Pentacles നമ്മളെപ്പോഴും എല്ലാം അടക്കി വെച്ച് പിടിച്ച് വെക്കുന്ന കാര്യമാണ് നമ്മൾ പറയാം. പക്ഷേ ഈ ഡെക്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് നിങ്ങൾ കൊടുക്കുന്ന പോലെയാണ്, എല്ലാം നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പോലെയാണ്, ഓവർ സ്പെൻഡിങ് ആയിട്ട് കണക്കാക്കാം.
ഓക്കെ, ഓവറായിട്ട് ചെയ്യരുത് എന്നുള്ളൊരു വാർണിംഗ് ആണ് ഇവിടെ. അപ്പം നിങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഒരു ക്രൈസിസ് സമയം വരുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്ന്. അതായത് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓക്കെ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരാ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. ഇത് പേജ് ഓഫ് പെന്റിക്കൽസ് പറയുമ്പോൾ നമ്മളൊരു ഓഫർ കിട്ടുന്നതാണ്, ഒരു ജോലിയുടെ ഓഫർ എന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് പണം കിട്ടുന്ന കാര്യത്തിന്. ഇവിടെ നമുക്ക് പണത്തിൻ്റെ ആയിട്ട് എടുക്കാം. നമ്മൾ പറഞ്ഞ സിനാരിയോ വെച്ചിട്ട് ഓക്കെ, ഇവിടെ എനിക്ക് കൂടുതൽ മൈൻഡ് എല്ലാവർക്കും ഇതാവണമെന്നില്ല. ഓക്കെ, ചിലവർക്ക് ജോലി കരിയർ കിട്ടും, ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ അത് ആ ഒരു നിങ്ങളുടെ ഒരു മോശം സമയത്തിൽ ഓക്കെ, നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ആ സമയത്ത്. പക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരാണ്? അതിപ്പോൾ ഹെൽപ്പ് ജോലി കിട്ടുന്ന കാര്യത്തിൽ ആരെങ്കിലും തരുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ജോലി കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമായിട്ട് ആരെങ്കിലും തരുന്നു, ഗിഫ്റ്റും ആവാം. എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്ന കാര്യമായിരിക്കാം നിങ്ങൾക്കൊരു സന്തോഷം വരുന്നതായിട്ടെന്ന് പറയാം. ചിലവർക്ക് ഇവിടെ ആ കാര്യമായിരിക്കാം, നിങ്ങളൊരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സന്തോഷം വരാൻ എന്ന രീതിയിൽ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്, ആൻഡ് ഡെവിൾ ആണ് ഇവിടെ ബോട്ടം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെയും നിങ്ങളുടെ ലൈഫിൽ നിർത്തണം, ആരെ കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ഇത് ശരി ഈവൻ ഫാമിലി ആണെങ്കിൽ പോലും, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഈവൻ സ്വന്തം ഫാമിലി ആണെങ്കിൽ പോലും ഓക്കെ, ചിലവർ നമ്മളുടെ ലൈഫിൽ ഒരു ഡെവിൾ എനർജി ആണ്. ഡെവിൾ എനർജി എന്ന് പറയുമ്പോൾ അതായത് നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ. ഓക്കെ, അത് ഈവൻ ഫാമിലി പോലും ആവാം. പല സമയത്തും ഞാൻ റീഡിങ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിലും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നമുക്കറിയാം പലതും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യാനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വഭാവം ലൈക്ക് നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു സ്വഭാവം, അത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യേണ്ടതുണ്ട്. എന്തോ ഒരു സാധനം നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തേണ്ട കാര്യമുണ്ട്. ഓക്കെ, കാരണം നിങ്ങളിപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ ഒരു ഓവർ ഗിവിങ് കാരണമായിരിക്കാം. ഓക്കെ, നിങ്ങളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവസാനം നിങ്ങളുടെ ഒരു അവസരം വന്നപ്പോൾ, നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് കയ്യിലൊന്നും ഇല്ലാതെ ആയിട്ടുണ്ടാവും. അതിപ്പോൾ സ്നേഹമായാലും ശരി. ഓക്കെ, ഇത് നമ്മൾ പെന്റിക്കൽസ് ആയതുകൊണ്ട് ഞാൻ പൈസ എന്ന് പറയുന്നു മാത്രം. ഈവൻ സ്നേഹമായാലും ഓക്കെ, നിങ്ങൾ സ്നേഹമായാലും അങ്ങോട്ട് മാത്രം ഒരുപാട് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ കൊടുത്ത സ്ഥലങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അഗെയിൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക, ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ആരാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത്, ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ചിലത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു തീരുമാനം, ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാനുണ്ട്. പക്ഷെ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് സന്തോഷമാണ്. ഓക്കെ, അങ്ങനെ ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് വരും. ആൻഡ് അതിൻ്റെ ഒപ്പം പക്ഷെ നിങ്ങൾ ചില മാറ്റങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട്. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം. സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ, നിങ്ങൾ സ്ട്രെങ്ത് വെച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ലൈഫിൽ പ്രശ്നങ്ങൾ വരും, പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ ആരെങ്കിലും യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയക്കും. അതാരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. എൻ്റെ ഇവിടെ ഒരു സോൾമേറ്റ് കാർഡാണ്. സോൾമേറ്റ് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് പറയാം. റിലേഷൻഷിപ്പ് ആവണം എന്നില്ല, ഫ്രണ്ട്സും ആവാം. ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നായിട്ട് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇത്. ഇതിപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് എനർജി ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഈ അടുത്തുള്ള ഒരു സമയത്ത് അല്ലേ. ഇത് പക്ഷെ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങൾ ഇത് കുറേ പഠിക്കാനുണ്ട് നമ്മളെ ലെസൺസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണുന്ന അപ്പം നിങ്ങളുടെ ലൈഫിൽ പക്ഷെ ആരോ ഡെവിൾ എനർജിയിലുണ്ട്. ഓക്കെ, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കാര്യങ്ങൾ, മനസ്സിലാക്കണം കാര്യങ്ങൾ, ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് വിശ്വസിക്കേണ്ടത്, എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്താണ് നിങ്ങൾ വെട്ടി മാറ്റാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരു സ്വഭാവമായിരിക്കാം, ഒരു പേഴ്സണെ ആയിരിക്കാം, ഒരു സ്ഥലമായിരിക്കാം, ജോലിയുടെ എന്തെങ്കിലും കാര്യത്തിൻ്റെ എന്തിനാണ് നിങ്ങൾ എന്തോ ഒരു പക്ഷെ ക്ലിയർ ചെയ്യാനുണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് സന്തോഷങ്ങളാണ്. ഓക്കെ, പക്ഷേ യെസ്, അതിന് മുമ്പ് ഒരു ചെറിയ പീരീഡ് ഓഫ് പെയിൻ കാണുന്നുണ്ട്. പക്ഷെ ആ പെയിനിന് ശേഷം നിങ്ങൾ ഐ തിങ്ക് ഒരു ചേഞ്ച് ആവുകയാണ്. അത് നല്ല കാര്യമാണ്. ആ പെയിൻ എപ്പോഴും നമ്മളെ പഠിപ്പിക്കും ചില കാര്യങ്ങൾ അല്ലേ. അക്സെപ്റ്റൻസ്, അബണ്ടൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കാം. ഇത് അഫർമേഷൻസ് പോലെയാണ്. ട്രസ്റ്റ്. ഓക്കെ, ആദ്യം പറയുന്ന ആക്സെപ്റ്റൻസ്, ഇത് നിങ്ങൾക്ക് അഫർമേഷൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഐ ആം ലേണിംഗ് ടു ആക്സെപ്റ്റ് ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ചേഞ്ച്. ഓക്കെ, പറയുന്നത് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന്. ഓക്കെ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പഠിക്കേണ്ട കാര്യം, അതായത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെവിൾ എനർജി എന്ന് പറഞ്ഞു, ഇത് ചില ആൾക്കാരുടെ സ്വഭാവം നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല.
ഓക്കെ, അവർ നെഗറ്റീവ് ആയിരിക്കും. ആ നെഗറ്റീവിനെ മാറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും മാറ്റാനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് നടക്കില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുക, നിങ്ങൾ അതിനെ വിട്ട് കളഞ്ഞേക്കുക, നിങ്ങൾ അതിനെ കട്ട് ചെയ്ത് മാറ്റുക, നിങ്ങൾ അവരുടെ അടുത്ത് അകന്ന് നിൽക്കുക, അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് അകന്ന് നിൽക്കുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരെ എനിക്ക് മാറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം. ഓക്കെ, ഐ ആം ലേണിംഗ് ടു അക്സെപ്റ്റ് ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ദാറ്റ് എനിക്കിത് മാറ്റാൻ സാധിക്കില്ല, ഇതിങ്ങനെയാണ്. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് വന്നിരുന്നു. യെസ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെയാണ് കാര്യങ്ങൾ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് വിട്ടേക്കുക എന്ന്, അല്ലേ? അപ്പം അതുപോലെ അതാണ് ആക്സെപ്റ്റൻസ് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് അബൻഡൻസ് വരുന്നുണ്ട്. ഐ എം ലിമിറ്റ്ലെസ് ബീയിങ് ആൻഡ് ഐ ക്യാൻ മാനിഫെസ്റ്റ് വാട്ട് എവർ ഐ ഡിസയർ ഇൻ ദിസ് ഫിസിക്കൽ റിയാലിറ്റി. നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും, തീർച്ചയായിട്ടും അബൻഡൻസ് നിങ്ങൾക്ക് വരും, നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻ വേണമെങ്കിൽ എടുത്തോളൂ. ഓക്കെ, അബൻഡൻസിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻ ആയിട്ട് എടുക്കാം. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഐ എം താങ്ക്ഫുൾ ഫോർ ദിസ് ലൈഫ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇറ്റ് പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് സഹായിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ച് നിന്ന കാര്യമായിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. പക്ഷെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നാൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയാം. യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാം നിങ്ങൾ. ഓക്കെ, അത് ഏത് വഴിക്ക് വന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യമാണോ എന്ന് ആലോചിച്ച് ഇതാക്കരുത്. എന്തൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടിയാലും ഓക്കെ, അത് ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കില്ല ചില സമയത്ത് വരാം, ആഗ്രഹിച്ച വ്യക്തി ആയിരിക്കില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക, വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അതിന് പോലും നിങ്ങൾ നന്ദി പറയണം, കാരണം അതും നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, ആൻഡ് ട്രസ്റ്റ്, ഐ അക്സെപ്റ്റ് ദാറ്റ് മൈ ഇന്നർ വോയിസ് വിൽ ഓൾവേസ് ഗൈഡ് മീ കറക്റ്റ്ലി. ഇതാണ് ഹെർമിറ്റ് മോഡിൽ പോകാൻ പറഞ്ഞത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങളുടെ ഉള്ളിലെ വോയിസ് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആക്ച്വലി ലിസൺ കെയർ എന്ന് പറഞ്ഞത് ഇപ്പോൾ അതുതന്നെയാണ്. നിങ്ങൾ അവനവൻ്റെ വോയിസ് കേൾക്കാം, അവനവൻ്റെ മനസ്സെന്താ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മുടെ ആരാണ് ശരിയായിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ, ആരാണ് നമ്മളെ ചതിക്കുന്നത്, ആരാണ് ചീറ്റ് ചെയ്യുന്നത്, ആരാണ് നമ്മൾക്ക് നല്ലത്, ഒക്കെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അതാണ് പ്രശ്നം നമ്മുടെയൊക്കെ. ഓക്കെ, വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ് നമ്മൾ, ഇന്ത്യയാണ്. ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ, എല്ലാം ശരിയാവും. നമുക്ക് പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും. താങ്ക് യു, നന്ദി, നമസ്കാരം.